ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് നമ്മുടെ എയർ ഇന്ത്യ ക്രാഷൊക്കെ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി. നമ്മൾ എയർ അറേബ്യയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ആ ഒരു പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ പോകുമ്പം ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ ആയതുകൊണ്ടാണ് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത കേട്ടോ. എല്ലാവരും വായോ. അങ്ങനെ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് ഉച്ചയ്ക്ക് ഏകദേശം 1:15 ആകുമ്പോഴാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലും ചെക്ക് ഇൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഒത്തിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നടന്നു. നമുക്ക് ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ലഗേജ് എല്ലാം കൊടുത്തു. നമ്മൾ ഇനിയിപ്പം നമ്മുടെ ഗേറ്റ് നമ്പറിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എന്തെന്നറിയുമോ, അവിടുത്തെ ഫുഡാണ്. എനിക്ക് ഫ്ലൈറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫുഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം എയർ അറേബ്യയിൽ കോംപ്ലിമെൻ്ററി ഫുഡ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പോയി നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിനകത്തെ ഒരു വ്യൂ ആണിത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അപ്പം കുറേ നാളുകൾക്ക് ശേഷം കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എങ്ങനെയുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട്, അതിൻ്റെ ഒരു അകത്തെ വ്യൂ ഇഷ്ടപ്പെട്ടോ, ഇതൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ കണ്ടാലോ. അങ്ങനെ ബോർഡിങ്ങിനുള്ള ടൈമായി. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ, നമ്മൾ ട്രിവാൻഡ്രത്തിനോട് ഇനിയിപ്പം ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇനിയിപ്പോൾ അവർ ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് അകത്തോട്ട് കയറ്റുവാണ്. എനിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ. നമ്മൾ കുറേ നാൾ നാട്ടിൽ നിന്നെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇതേ കാണുന്നതാണ് കേട്ടോ. ഇതേ ഞാൻ ഇപ്പോൾ കൈ ചൂണ്ടി കാണിക്കും, അതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. അപ്പോൾ കുറേ നാൾ നമ്മൾ നാട്ടിൽ നിന്നെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അവധിയെല്ലാം കഴിഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഒരു സങ്കടം ഓഫ് കോഴ്സ് നമുക്കുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയപ്പോഴാണ് എനിക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഔട്ട്സൈഡ് എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചറിൻ്റെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ അവർ AC ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പേടി. ഞാൻ ഇതെന്താ വർക്ക് ചെയ്യുന്നില്ലേ, നമ്മുടെ മറ്റേ ഇൻസിഡൻറ്റൂടെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഡൗട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരിത് ചെക്ക് ചെയ്തോ. പക്ഷേ അത് കുഴപ്പമില്ലാത്ത കാര്യമൊന്നും അല്ലായിരുന്നു. അവരതെനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ഇൻസൈഡ് ടെമ്പറേച്ചറിൻ്റെ എന്തോ അതൊരു ഇത് മാറാൻ വേണ്ടി എന്തോ ഒരു AC എന്തോ ഒരു ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ, ഫ്യൂംസ് പോലെ ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ റൺവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിനകം നമ്മൾ നേരെ പൊങ്ങും കേട്ടോ. ഇപ്പോൾ പൊങ്ങും. എന്തായാലും നാട്ടിൽ ഞങ്ങൾ നിന്ന സമയത്ത് നല്ല മഴയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ 3 വീക്സ് നല്ല മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലോട്ട് ട്രിപ്പ് പോയത്. ലാസ്റ്റ് വീക്ക് കുഴപ്പമില്ലായിരുന്നു, അധികം മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് നാട്ടിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ മാക്സിമം ടൈം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള സമയം അത് നല്ല മെമ്മറബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്ട് ഇപ്പം കണ്ടോ, എൻ്റെ കത്തിയടിയുടെ ഒരു പവർ കൊണ്ടാണോ എന്നറിയത്തില്ല, അതിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് കയറി. ഞാനിനിയിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടിക്ക സാൻഡ്വിച്ചും അത് കണക്ക് തന്നെ ഹസ്ബൻഡിന് വേറൊരു സാൻഡ്വിച്ച്, 2 സാൻഡ്വിച്ചായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ സാൻഡ്വിച്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ വന്ന് കഴിഞ്ഞു. ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ നമ്മൾ ആൽഫ്രഡോ പാസ്ത ഉണ്ടായിരുന്നു, പാസ്ത ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. 2 സാൻഡ്വിച്ച് തട്ടിയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ പാസ്ത കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അതിനകത്തെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. അപ്പോഴാണ് നമ്മൾ കാഡ്ബറിയുടെ ഒരു ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ അമേരിക്കൻ ക്യാപ്പച്ചിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതും വാങ്ങിച്ച് ട്രൈ ചെയ്ത്
നമ്മൾ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ രാവിലെ ഫ്ലൈറ്റിന് പോകുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ രാത്രിയിലുള്ള ഫ്ലൈറ്റിന്, അപ്പോൾ നമുക്ക് എപ്പോഴും ഈ നൈറ്റ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഇതാദ്യമായിട്ടാണ് മോർണിംഗിന് ഞങ്ങളിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ UAE വരാൻ നേരത്ത് ലാൻഡ് ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പം UAE അതായത് ഇപ്പോൾ കണ്ടോ ലാൻഡ് ചെയ്യാൻ പോവാണ്. ആ ഒരു ലാൻഡ് ചെയ്യുന്നതിന് മുന്നുള്ള ഒരു മോർണിംഗിലുള്ളൊരു വ്യൂ ആണ് കണ്ടത്. അങ്ങനെ സേഫായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ അത്ര ഷേക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. സ്മൂത്തായിട്ടുള്ള ലാൻഡിങ് ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പം അബുദാബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസത്തിന് ശേഷമാണ് അബുദാബിയിൽ എത്തിയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ അവിടുത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയിൽ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ചൂടിലോട്ടാണ് കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് മഴയൊക്കെ നമ്മൾ കൊണ്ടു, കുറച്ച് അതൊക്കെ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആവാലോ. അങ്ങനെ ഇതാണ് നമ്മുടെ അബുദാബി എയർപോർട്ട്. ഇത് നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിയാണ് കാണിക്കുന്നത്. അബുദാബി എയർപോർട്ട് അമേസിംഗ് ആണ്. നല്ലൊരു സൂപ്പർബാണ് അബുദാബി എയർപോർട്ട് കാണാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഇനിയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, ചെക്കിനും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ കെട്ടി നമ്മളിനിപ്പോൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണേ. എല്ലാ ലഗേജെല്ലാം നമ്മുടെ വന്നു. ഞാനിപ്പോൾ പറ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.